വാട്സ് അപ്പ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു വിഷ്വലൈസർ ഉണ്ടാക്കുക എന്ന്. ഓക്കെ, അപ്പോൾ വിഷ്വലൈസർ അറിയാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അറിയാത്തവർക്കായിട്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന വീഡിയോയിൽ കണ്ടു എന്താണ് ഒരു വിഷ്വലൈസർ എന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇവിടെ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചാനലിലോട്ട് ആരെങ്കിലും വേണമെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു ചാനലൊന്ന് ഷുവറായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടും. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് അവി പ്ലെയർ എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അവി മ്യൂസിക് പ്ലെയർ പ്രോ. ഓക്കെ, അപ്പോൾ ഈ ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമ്മൾ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊന്നുമല്ല വരുന്നത്. ആദ്യം ഇവർ അലൗ ചെയ്യുക എന്നും പറയാം. അത് നിങ്ങൾക്ക് എല്ലാ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ അങ്ങനെ വരുമല്ലോ. ഓക്കെ, അപ്പോൾ ഒരു സോങ് ലോഡ് ചെയ്യാനായിട്ട് ലൈബ്രറി എടുത്തിട്ട് ആണ് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കലിയുഗം, അതായത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഒരു പാട്ട്, നമ്മുടെ അബോയ്സ് റോങ്ങിൻ്റെ കലിയുഗമാണ്. അപ്പോൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു ഇതിനെ പറഞ്ഞതിന് ടെംപ്ലേറ്റ് എന്ന്. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് മാറ്റാനായിട്ട് ഇത് കണ്ടോ, ഇവിടെ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വ്യത്യസ്ത രീതിയിൽ ടെംപ്ലേറ്റ്സ് ആക്കാം. കണ്ടോ, മനസ്സിലായോ? ഈ രീതിയിലാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഒരു രീതിയിലാണ് ഈ വിഷ്വലൈസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ ഫോട്ടോ ഒക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പെൻസിലിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ കുറേ വരും, 1 2 3 4. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് ഇമേജ്, ഏത് ഇമേജ് മനസ്സിലായോ? ഇതുമ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ഇമേജാണ് മാറ്റം കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് എല്ലാം നമുക്ക് ഒറ്റ ബാക്ക്ഗ്രൗണ്ട് അവരുണ്ട്. ഇപ്പോൾ ഈ ഇമേജ് എടുക്കാം. കണ്ടോ, ഇപ്പോൾ ഫുള്ളായിട്ടാണ് ഈ ഒരു ക്രോസ് മാർക്ക് കാണിക്കുന്നത്. കണ്ടോ, ടാപ്പ് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇമേജസ് എടുക്കുക, കസ്റ്റം ഇമേജ്, പിന്നെ പിക്ക് ഇമേജ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു സ്യൂട്ടബിൾ ഇമേജ് നമുക്ക് അതിന് വേണ്ടി ഫൈൻഡ് ചെയ്യാം. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇതെടുക്കാം. മനസ്സിലായോ? ഈ രീതിയിലാണ് ഇത് ഇമേജ് മാറ്റുന്നത്. മനസ്സിലായോ? ഈ ഒരു ബാഴ്സിൻ്റെ ഒരു എഫക്റ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഹൈറ്റ് ഡിക്രീസ് ചെയ്യാനായാലും ഈ ഒരു ബാഴ്സിൻ്റെ ഇത് എടുക്കുക, ഈ ബാഴ്സ് കൺട്രോൾ ചെയ്യാനായിട്ട്. കണ്ടോ, അയ്യോ അത് ഒരുപാട് തന്നുപോയി. മനസ്സിലായോ? ഇങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബിഹേവിയർ, ഈ ഒരു ഇതിൻ്റെ ബാഴ്സിൻ്റെ ബിഹേവിയർ മാറ്റാം. കണ്ടോ, അയ്യോ ഇനി നമുക്ക് വേറെ സംഭവം കൂടിയുണ്ട്. ഈ ഒരു ബാഴ്സിന് ഷെയ്ക്ക്നെസ് എങ്ങനെ വരുത്താമെന്ന്. അതിനായിട്ട് ഓക്കെ ഗായ്സ്, അപ്പോൾ ഇവിടെ ജനറൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഈ മെഷർ സ്കെയിൽ അത് ഞാൻ പ്ലേ ചെയ്യാം. കണ്ടോ, മെഷർ ആ ഒരു ഇതിൽ നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മനസ്സിലായോ? ഈ ഒരു രീതിയിലായിരിക്കും. മനസ്സിലായോ? ഈ ഒരു രീതിയിലാണ് ഓരോന്നും സെറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പല ഇതുണ്ട്. നമ്മളത് യൂസ് ചെയ്ത് തന്നെയാണ് ഇത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പല ടെംപ്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും കാണിച്ചു തരാൻ പറ്റില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ 98 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ബൈ ബൈ.